കൊച്ചുള്ളി ചതച്ചത്. ഇപ്പം നമ്മുടെ നമ്മുടെ തക്കാളി എല്ലാം വാടി. ഇനി നമുക്കിത് ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ രസം വേണ്ട. ഞാൻ രസം വെക്കാൻ പോവുകയാണ്. എൻ്റെ അമ്മ 40 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്ന ഒരു രസക്കൂട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രസം വെക്കാൻ വന്നപ്പോൾ എൻ്റെ മോനെന്ന് ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് അവന് എൻ്റെ അടുത്ത് ചോദിക്കുക. അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവുക. ഇനി നാളെ അവർക്കും വെക്കണമെങ്കിൽ വെക്കാമല്ലോ. അപ്പോൾ നമുക്ക് രസം വെക്കാനുള്ള സാധനങ്ങളാണ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി വേണം, പിന്നെ കൊച്ചുള്ളി. എനിക്ക് മെയിനായിട്ട് വേണ്ടുള്ള കൊച്ചുള്ളി അതിനെ ചേർക്കണം. പിന്നെ പുളി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി. പിന്നെ കായം. നമുക്ക് വേറൊരു ഐറ്റം എന്ന് വെച്ചാൽ എല്ലാവരും കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനത് കട്ടക്കായമാണ് ചേർക്കുന്നത്. പിന്നെ പച്ചമുളക്, മല്ലിയില, തക്കാളി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അരിയാം, എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇനി നമുക്കിതിനകത്ത് വേറെയും കൂട്ടുകൾ വേണം. അത് നമുക്ക് പറയാം. ഇനി തുടങ്ങാം നമുക്ക്. ഇനി നമുക്ക് ഇനിയിപ്പം ഇത് ചെയ്യാനുള്ള എണ്ണ എടുക്കാം. വേറൊരു കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്നത് ബയോഗ്യാസിലാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ വരുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ട് അത് ഗ്യാസാക്കി ആ ബയോഗ്യാസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വെക്കാം. ചൂടായി. ഇനി നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തിടുന്ന നമ്മൾ കായം, എല്ലാവരും പറഞ്ഞില്ല കായപ്പൊടിയാണ്. ഞാൻ കട്ടക്കായം ചെറുതാക്കി എണ്ണയിലിടുക. എന്ന് വെച്ചാൽ ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് ഈ കായം മൂത്തിട്ട് അത് നമുക്ക് ഇനി കോരിയെടുക്കാം. എന്നിട്ട് പൊടിച്ച് ചേർക്കാം നമുക്ക്. അതൊരു വേറെ പ്രത്യേക ടേസ്റ്റാണത്. നമ്മൾ പപ്പടം ഇടുമ്പം പൊള്ളി കയറുമല്ലോ, അതുപോലെ കായം അങ്ങ് പൊള്ളും. കണ്ട. ഇനി നമുക്കിത് കോരിയെടുത്ത് പൊടിച്ച് ചേർക്കാം. ഇനി നമുക്കിത് കടുക് ഇട്ട് കൊടുക്കാം. ഇനിതാ വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത്, കൊച്ചുള്ളി ചതച്ചത്. നമുക്കിത് ഇത്രയും കൂടെ വഴറ്റാം. അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴൻ്റെ കളറൊക്കെ അത് മൂക്കാറായി. ഇനി നമ്മളത് മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം കൂടെ വഴറ്റി ഇനി നമുക്കിതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതും കൂടെ വാട്ടാം. ഇനി നമുക്കിതിനകത്ത് തക്കാളി ചേർക്കാം.
നമുക്കിതിനകത്ത് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വേണ്ടുന്ന നമുക്ക് ഇനി പിന്നെ ലാസ്റ്റ് ബാക്കി വേണ്ടുന്ന ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഉപ്പൊക്കെ ഇട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം വാടി. ഇനി നമുക്കിത് ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇനി നമുക്കിതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളി വെള്ളത്തിയിട്ട് നമ്മൾ പിഴിഞ്ഞതാണ്. ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനകത്തൊരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കണം. വേണ്ട, ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിനി ഇതിനെ തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ രസം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇത്തിരി സാധനം കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ ആദ്യം വറുത്ത് വെച്ച കായമാണിത്, പൊടിച്ചത് കട്ടക്കായ നമ്മൾ എണ്ണയിലിട്ട് അത് കായം. ഇനി നമുക്ക് ഇതിനകത്ത് ഇത്തിരി ഉലുവാപ്പൊടി ചേർക്കണം. ഇച്ചിരി ചേർത്താൽ മതി, ഇച്ചിരി ഉലുവാപ്പൊടി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ഇനി കുരുമുളക്, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. കുരുമുളകെന്ന് വെച്ചാൽ നല്ലോണം പൊടിയരുത്, ഒരു 3/4 ഭാഗമേ പൊടിയാവും. എന്ന് വെച്ചാൽ ഇച്ചിരി തരി വേണം. അത് നമുക്ക് ഇത്തിരി വേണം. ഇനി നമുക്ക് പിന്നെ എല്ലാവരും ഇച്ചിരി ജീരകപ്പൊടി ചേർക്കും. ഞാനിന്നിപ്പോൾ ഇവിടെ ജീരകപ്പൊടി ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ മോക്ക് ജീരകം ഇടുന്ന കറി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ജീരകം ചേർക്കുന്നില്ല. അപ്പം ഇത്രയും ഐറ്റങ്ങളാണ്. ഞാൻ ഇച്ചിരി ഉപ്പുണ്ടോ റെഡിയാണോ നോക്കട്ടെ. ഒരു സ്വല്പം ഉപ്പും കൂടെ വേണം. അപ്പോൾ ഉപ്പിട്ട് ഇനി ലാസ്റ്റ് നമുക്കിതിനകത്ത് വേണ്ടുന്നത്, അതാണ് നമ്മുടെ രസത്തിൻ്റെ മെയിൻ സാധനം, മല്ലിയില. അത് ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കണ്ട, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. അല്ലെങ്കിൽ അതിന് പകരം കറിവേപ്പില ഇട്ടാലും മതി. അപ്പം ഇത് ഇടാമെങ്കിൽ ഒരു വെറൈറ്റിയാണത്, ഒരു ടേസ്റ്റ് വേറെയാണത്. അങ്ങനെ നമ്മുടെ രസം വേണ്ട റെഡിയായി. ഇനി ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ. മല്ലിയില ഇട്ടില്ലേ, അതൊന്ന് മൂടി വെക്കാം.